ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ കിച്ചണിലേക്ക് കയറിയതാണ്. ആസിമിനെ ഇന്ന് പ്ലേ സ്കൂളിലൊക്കെ ആക്കണം. അപ്പോൾ കുറച്ച് പാസ്ത വാങ്ങിയതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കാനുള്ള പരിപാടിയിൽ നേരത്തെ തന്നെ വേവിക്കാൻ വേണ്ടിയിട്ട് പാസ്ത ഇട്ടിട്ടുണ്ട്. അപ്പോൾ ടൊമാറ്റോ പേസ്റ്റിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഒരു 4 ടൊമാറ്റോ ഞാൻ മിക്സിയുടെ ജാറിൽ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കളറിന് വേണ്ടിയിട്ട് മുളക് പൊടിയും ചില്ലി ഫ്ലേക്സും എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് സോയാ സോസ് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ കറി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് വെന്ത് ആ ഒരു പച്ച ചോയൊക്കെ മാറി വന്നപ്പോൾ നമ്മളുടെ പശുവും പാലുണ്ടല്ലോ, അത് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. ഇനി അതൊക്കെ കൂടി നന്നായിട്ട് മിക്സായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു പീസ് ബട്ടറും ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ വേവിച്ച പാസ്തയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഷ്രെഡഡ് ചീസോ അല്ലെങ്കിൽ ട്രയാങ്കിൾ ചീസോ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നല്ല ക്രീമി ആയിട്ട് വരും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു പാസ്ത. നമ്മൾ പാസ്തയുടെ ക്വാണ്ടിറ്റി കുറവും ക്രീമിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലും എടുക്കണം. അപ്പം നല്ല ക്രീമി ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഞങ്ങളെല്ലാവരും കൂടി ഉള്ള സമയത്ത് അറിയാമല്ലോ, ഞാൻ ഒരു ബിരിയാണി പോട്ടിലൊക്കെയാണ് അവിടെ പാസ്ത ഉണ്ടാക്കുന്നത് കേട്ടോ. കാരണം വീട്ടിൽ നന്നായിട്ട് ഓടും. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രം ഉള്ളുവല്ലോ, അപ്പോൾ ക്വാണ്ടിറ്റി അത്രയും കുറച്ച് തന്നെ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ക്രീമി ആയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. എല്ലാവരും കൂടി ഉള്ള സമയത്ത് അങ്ങനെയൊന്നും ഉണ്ടാക്കൽ പറ്റലില്ല. പിന്നെ ആൾക്ക് ഇതേ കുക്കുംബർ, ആപ്പിള്, ക്യാരറ്റ് അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവൻ്റെ കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒന്ന് ഡ്രസ്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫുഡ് കഴിച്ചിട്ടില്ല. റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ ആൾക്കതേ പുറത്തേക്ക് കളിക്കാൻ പോകണം കേട്ടോ. സൈക്കിൾ ഓടിക്കാനാണ് ആളുടെ മെയിൻ പണി. പിന്നെ നിർബന്ധിച്ചാണ് അകത്തേക്ക് കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ പാസ്ത തന്നെയാണ് കഴിക്കാൻ കൊടുക്കണേ. ആസിമിന് അവർ ഏറ്റവും കൂടുതൽ പറഞ്ഞത് ഫുഡ് ശ്രദ്ധിക്കണമെന്നാണ് കേട്ടോ. ബേക്കറി ഐറ്റംസ്, ബിസ്ക്കറ്റ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് വീട്ടിൽ നിന്ന് ഒഴിവാക്കണം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും വാങ്ങി കൊടുക്കലില്ല കേട്ടോ. പിന്നെ ഷോപ്പിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ആൾ ബഹളമായിരിക്കും. ആൾക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റുകൾ ഹൈഡ് ആൻഡ് സീക്ക്, ഓറിയോ അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് വരെയും കരയൊക്കെ ചെയ്യായിരുന്നു. പിന്നെ വാങ്ങി കൊടുക്കാതെ ആയപ്പോൾ ആൾക്ക് തന്നെ മനസ്സിലായി ഇത് കിട്ടൂല എന്നുള്ളത്. നമ്മൾ തന്നെയാണ് കേട്ടോ പിള്ളേർക്ക് ഓരോന്ന് വാങ്ങിക്കൊടുക്കുന്നതും പിള്ളേരെ ഈ ഒരു രീതിയിലേക്ക് എത്തിക്കുന്നതും. നമ്മൾ വേണ്ടാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മക്കൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ആയിക്കോളും. ഇത് ഹാറൂൻ്റെ വാച്ചാണ് കേട്ടോ. ആൾക്ക് വാച്ച്, ഷൂ, കൂളിംഗ് ഗ്ലാസ് ഇതിനോടൊക്കെ കുറച്ച് ക്രേസ് കൂടുതലാണ്. അപ്പോൾ ഈ വാച്ച് കണ്ടപ്പോൾ തുടങ്ങി ആൾക്കത് കെട്ടണം. പിന്നെ ഞാനത് കെട്ടിക്കൊടുത്തു. പുറത്ത് വന്ന് നിൽക്കുമ്പോൾ നല്ല ഹാപ്പി ആയിരുന്നു. പക്ഷെ വണ്ടി വന്നു കഴിഞ്ഞാൽ ആൾ കരച്ചിലാണ് കേട്ടോ. എന്നാലൊരു 10 മിനിറ്റൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ അതേ ഹാസിമ പോയി. അപ്പോൾ ഇന്ന് കുറച്ച് ഡീപ്പ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഷെൽഫ് കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കാമെന്ന് വിചാരിച്ചു. കുറേ വേസ്റ്റ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പുറത്തേക്കിട്ട് അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തു. പിന്നെ ഫുള്ള് അടിച്ച് വാരി പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോയി കളഞ്ഞ് തുടച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഫ്രൈഡേയും കൂടിയാണ്. അപ്പോൾ അത്യാവശ്യം കുറച്ച് ഓതാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ ഉച്ച കഴിഞ്ഞിട്ട് എനിക്ക് വീട്ടിലേക്കും പോകണം കേട്ടോ. അപ്പോൾ ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ വീട്ടിൽ പോയി നിൽക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇക്കായൊക്കെ പോയി കഴിഞ്ഞിട്ട് ഞാൻ ഇതുവരെ നെടുവന്നൂർക്ക് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ആഴ്ച പോകാമെന്ന് വിചാരിച്ച. ഓണം വെക്കേഷനായിട്ട് ഉമ്മ വീട്ടിലൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കല്യാണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അപ്പോൾ ഉമ്മയുടെ തിരക്കൊക്കെ കഴിയട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒറ്റയ്ക്കാണെങ്കിലും കുറച്ച് ഫുഡുകൾ കാര്യങ്ങളൊക്കെ ബാക്കി വരും. അത്യാവശ്യം ഫുഡുകൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ വീട്ടിലേക്ക് കൊണ്ടുപോകലാണ് പതിവ്. അങ്ങനെ കിച്ചണും കുറച്ച് ഡീപ്പ് ക്ലീനിങ് ഉണ്ടായിരുന്നു. ഫ്രിഡ്ജും നന്നായിട്ട് ഒതുക്കി. പിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ പാക്ക് ചെയ്ത് ഏറ്റവും താഴേക്ക് ഇറക്കി വെച്ചു. അതൊക്കെ ഒന്ന് കൊണ്ടുപോകണം. അങ്ങനെ ഡീപ്പ് ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒന്ന് കുറച്ച് നേരം ഒന്ന് ഓതിയിരുന്നപ്പോഴത്തേനും ഹാസിമ വന്നിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ എല്ലാവരും കൂടി ഉള്ള സമയത്ത് ജുമയൊക്കെ കഴിഞ്ഞ് കുറേ നേരമൊക്കെ ഓതിയൊക്കെ ഇരിക്കണമെന്ന് വിചാരിക്കും. പക്ഷെ ഒന്നും നടക്കാറില്ല കേട്ടോ. നമ്മൾ ഒരുമിച്ചുള്ള സമയത്താണെങ്കിൽ ഉച്ചക്കത്തെ ലഞ്ചും കാര്യങ്ങളും ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ ഒരു നേരമാവും. പിന്നെ നമ്മളുടെ കുളി നിസ്കാരമൊക്കെ കഴിയാൻ വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും പള്ളിയിൽ നിന്ന് വന്നിട്ട് ഫുഡ് വിളമ്പാനും കൊടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ ഡിലേ ആക്കി വെക്കും. അതിലൊരു കാര്യമാണ് കേട്ടോ ഓത്ത്. ഉച്ചയ്ക്ക് എനിക്ക് ഇങ്ങനെ ഇരുന്ന് ഓതാനൊക്കെ നല്ല ഇഷ്ടമാണ്. പക്ഷെ പലപ്പോഴും തിരക്കുകൾ കൊണ്ട് അങ്ങനെ കഴിയാറില്ല. അപ്പോൾ ഒറ്റയ്ക്കായതിൻ്റെ വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ എനിക്ക് വേണ്ടി ചെയ്യാൻ വിചാരിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്.
അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ കൂടുതൽ സമയം കണ്ടെത്തി അതിൽ സന്തോഷം കണ്ടെത്താണ് കേട്ടോ. അപ്പോൾ ഒറ്റയ്ക്കായി പോയെന്നും പറഞ്ഞ് നമുക്ക് വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ സന്തോഷമായിട്ട് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് ഒരേ ഒരു ഓപ്ഷനുള്ളൂ. പിന്നെ ആസിമിൻ്റെ കാര്യത്തിനും ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല. അപ്പോൾ നമുക്കിഷ്ടമുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ബിസ്മിന്ന് ഞാൻ വാങ്ങിച്ചൊരു ഗ്രീക്ക് യോഗേർട്ടാണ്, ഇതുവരെ കഴിച്ചില്ല. എനിക്ക് തണുപ്പ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ടോൺസിലൈറ്റ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പുറത്ത് വെച്ച് തണുപ്പൊക്കെ പോയി കഴിഞ്ഞാലാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ രാവിലെ അത് പുറത്തിറക്കി വെച്ചതാണ്. ഇത് ഹാസിമിൻ്റെ പണ്ടത്തെ ഒരു ബോക്സാണ് കേട്ടോ, അവൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഫുഡൊക്കെ എടുത്ത് വെക്കാനായിട്ട് ഇതിനും ആപ്റ്റായിട്ടുള്ളൊരു ബോക്സ് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ നേരെ അതിലേക്ക് പാക്ക് ചെയ്ത് മരുവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ് കേട്ടോ ഞാൻ കളമശ്ശേരിയിൽ നിന്ന് വന്നത്. പിന്നെ സ്പീച്ച് തെറാപ്പിക്കൊക്കെ പോയി 5:30 മണിയൊക്കെ ആയി വന്നപ്പോൾ. അപ്പോൾ എന്തായാലും മരുവ് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് രാത്രി ഒരു 8 മണിയോടുകൂടിയാണ് വന്നതും നല്ല ക്ഷീണമായിരുന്നു കേട്ടോ. ഞാൻ ഉച്ചയ്ക്ക് കിടന്നുറങ്ങാത്ത ദിവസങ്ങളിൽ രാത്രിയാകുമ്പോൾ ഞാൻ ഭയങ്കര ടയേർഡാണ്. ഞാൻ വന്ന് നേരത്തെ കിടന്നുറങ്ങി. ഇത് രാവിലെ നല്ല വിഭവസമൃദ്ധമായ ബ്രേക്ക്ഫാസ്റ്റ് കടി കണ്ടാണ് കേട്ടോ ഉണർന്നെ. അപ്പോൾ രാവിലെ ഫുഡ് കഴിക്കാൻ ഒരു 10 മണിയൊക്കെ ആയിട്ടാണ് ഞാൻ കഴിക്കാനെടുത്തപ്പോൾ. ഞാൻ നേരത്തേക്ക് എഴുന്നേറ്റു. പക്ഷെ ഫുഡ് കുറച്ച് ലേറ്റാണ്, കുറേ നേരം സംസാരിച്ചിരിക്കും, ചായ കുടിച്ച് കുറേ നേരം സമയം പോവും, അങ്ങനെയൊക്കെ. ഹാസിമ് നല്ല ഉറക്കത്തിലാണെങ്കിലും ഒരുപാടൊന്നും ലേറ്റ് ആവില്ല, 8 മണിക്കുള്ളിൽ ആളും എഴുന്നേറ്റ് പോരും. അപ്പോൾ രാത്രി ഉമ്മ മീൻകറിയൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കി വെച്ചിരുന്നത്. മീൻകറിയും ഫിഷ് ഫ്രൈയും അതേപോലെ ക്യാബേജ് തോരനൊക്കെ ആയിരുന്നു രാത്രി. അപ്പോൾ ആ ഒരു തലേദിവസത്തെ മീൻകറിയും പുട്ട്, പയർ, പിന്നെ രാവിലെ തന്നെ ഉമ്മ ചക്കയും കപ്പയൊക്കെ കൊളത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആയിട്ട് നല്ല ഗ്രാൻഡ് ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ അതൊന്ന് കഴിക്കണം. അപ്പോൾ ഉമ്മ പറമ്പിലേക്ക് വെള്ളം അടിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാനും ഹാസിമും കൂടി അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അവൻ വെള്ളത്തിലൊക്കെ കളിച്ച് ഇങ്ങനെ നടപ്പുണ്ട്. ആ സമയത്ത് ഉമ്മ എനിക്കൊരു പണി തന്ന് കുറച്ച് ചെമ്മീൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെമ്മീനും മാങ്ങയും കൂടിയിട്ട് കറി വെക്കാൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ വീട്ടിൽ വരുന്ന ദിവസങ്ങളിലും പൊതുവേ ഭയങ്കര മടിയാണ്, ചില ദിവസങ്ങളിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും കേട്ടോ കറി വെക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയുള്ളിയൊക്കെ നന്നാക്കി എടുക്കുകയാണ്. തേങ്ങയും ഓൾറെഡി ചിരണ്ടിയതൊക്കെ ഇരിപ്പുണ്ടായിട്ടാണ്. അങ്ങനെ അതും ചെറിയുള്ളിയൊക്കെ ആയിട്ട് നല്ല പേസ്റ്റായിട്ട് ഇത് അരച്ചെടുക്കുകയാണ്, കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ചെമ്മീനും ഓൾറെഡി നന്നാക്കിയതായിരുന്നു കേട്ടോ. അതും കുറച്ച് മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു, പച്ചമാങ്ങ. അപ്പോൾ മുരിങ്ങാക്കോലും പിന്നെ ചക്കക്കുരും ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇപ്പം അതൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം ചെമ്മീൻ വേവിച്ചെടുത്തു. പിന്നെ മാങ്ങയും പച്ചമുളകും ഉപ്പും മഞ്ഞളും കറിവേപ്പിലയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് പറ്റിച്ചെടുത്തിട്ട് നമ്മുടെ അരച്ച തേങ്ങ ഉണ്ടല്ലോ അത് അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ തേങ്ങയൊക്കെ അരച്ച് വെക്കണോണ്ട് നന്നായിട്ടൊന്ന് തിളച്ചെടുക്കണം കേട്ടോ. തേങ്ങാപ്പാൽ പോലെ അല്ലല്ലോ, അതൊന്ന് വെന്ത് വരണം. പിന്നെ നമ്മുടെ ചെറിയുള്ളിയും കൊല്ലമുളകൊക്കെ ഇട്ടൊന്ന് താളിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. സിമ്പിൾ പക്ഷേ ഭയങ്കര ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് താളിച്ച് ഒഴിച്ചു കൊടുക്കാം. പിന്നെ തോരനും കാര്യങ്ങളെല്ലാം ഉണ്ട്, ചോറും ഒക്കെ ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. ഹാസിമിനെ അങ്ങനെ പരിഗണിക്കേണ്ട കാര്യമില്ലല്ലോ, ആൾക്കൊരു മുട്ട പൊരിച്ചതുണ്ടെങ്കിലും ചോറ് കഴിച്ചോളും. അങ്ങനെ നമ്മുടെ ചെമ്മീൻ തേങ്ങ അരച്ച കറിയൊക്കെ അതേ സെറ്റായിട്ടുണ്ട്. പിന്നെ ചക്കയും കപ്പയൊക്കെ ഓൾറെഡി രാവിലെ തന്നെ ആക്കിയതുകൊണ്ട് വേറെ സ്പെഷ്യലൊന്നുമില്ല. പിന്നെ മാങ്ങ കുറച്ച് ബാക്കി ഉണ്ടായത് കൊണ്ട് ഞാൻ ചമ്മന്തിയും അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ലഞ്ച്. പിന്നെ ഉമ്മ കുറച്ച് ഫ്രൂട്ട് സാലഡ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് ആപ്പിളും ഈന്തപ്പഴവും പഴവും ഒക്കെ കൂടി കട്ട് ചെയ്തിട്ട് അതും കൂടി കഴിക്കുന്നുണ്ട്. ഒരു സിനിമയൊക്കെ കണ്ടിരുന്നു. അപ്പോൾ വൈകിട്ട് എനിക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതിനൊക്കെ പോയി തിരിച്ച് വന്ന സമയത്ത് മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്ന ആ ഒരു സമയം കുറച്ച് നേരം പാടത്തിങ്ങനെ വണ്ടി നിർത്തി ഇങ്ങനെ നിന്നിട്ടാണ്. എന്തൊക്കെയോ ഓർമ്മകളാണ് ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ. അങ്ങനെ ഞാൻ വേഗം വീട്ടിലേക്ക് പോന്നിട്ടാ. അങ്ങനെ പിറ്റേ ദിവസം സൺഡേ. അപ്പോൾ പുട്ടും പയറും എല്ലാം ബാക്കിയുണ്ടായിരുന്നു. ഞാൻ അമ്മയോട് പറഞ്ഞു ഒന്നും ഉണ്ടാക്കണ്ട ഉമ്മ, പൂരി കിഴങ്ങറിയൊക്കെ ആക്കാമെന്ന് പറഞ്ഞെങ്കിൽ ഞാനൊന്നും ആക്കണ്ടെന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഉച്ചക്കത്തേക്കാണെങ്കിലും ബീഫ് ഉണ്ടായിരുന്നു. പിന്നെ മാങ്ങ പാലൊഴിച്ച കറിയൊക്കെ ഉണ്ടാക്കി. പിന്നെ ഇന്നലത്തെ കറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഇത്ര പെട്ടെന്നാണല്ലേ 2 ദിവസം പോയത്, പെട്ടെന്ന് കഴിഞ്ഞ പോലെ തോന്നി. അതേ വൈകുന്നേരം ഉമ്മ ഒരുപാട് ലേറ്റ് ആവേണ്ട, വേഗം പൊക്കോളാൻ പറഞ്ഞ് വിട്ടതാണ് കേട്ടോ. കാരണം ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ്. അപ്പോൾ എല്ലായിടത്തും റാലി കാര്യങ്ങളും തിരക്കൊക്കെ ഉണ്ടാവും റോട്ടിൽ. അപ്പോൾ അതുകൊണ്ട്
വേഗം പോവാന്നൊക്കെ പ്ലാൻ ചെയ്തെങ്കിലും പാക്ക് ചെയ്തെല്ലാം എടുത്ത് ഡ്രസ്സൊക്കെ വെച്ചെടുത്ത് വന്നപ്പോൾ കുറച്ച് വൈകി, ഒരു 5 മണിയൊക്കെ ആയിട്ടാണ്. ഇത് നമ്മുടെ നെടുവന്നൂർ തന്നെയുള്ള ഒരു ഷോർട്ട് കട്ട് ഏരിയയിൽ കൂടെ ഞാൻ വന്നതാണ്. പക്ഷേ അവിടെ നിന്നായിരുന്നു കേട്ടോ ഇത് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നമ്മുടെ വണ്ടി സൈഡിലേക്ക് ഇടാൻ വേണ്ടി പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ വണ്ടി ഒതുക്കി. ചെണ്ടകൊട്ടൊക്കെ കണ്ടപ്പോൾ ആൾ ചെറുതായിട്ടൊന്ന് പേടിച്ചു. പിന്നെ ആളുകളുടെ കൂട്ടമൊക്കെ കണ്ടപ്പോൾ ഞങ്ങളങ്ങനെ നോക്കിയിരുന്നു. രാധമാരെയും കൃഷ്ണന്മാരെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, പിള്ളേരൊക്കെ ഒരുങ്ങി വരുന്നതൊക്കെ കാണാനായിട്ട്. അപ്പോൾ 3-4 ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്തത്. അപ്പോൾ ഈ ഒരു പാസ്തയുടെ റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ, നല്ല ടേസ്റ്റായിരുന്നു. നല്ല ക്രീം കുറച്ച് കൂടുതലാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.